മലബാർ ടൈംസ് മെഹന്തി ഫെസ്റ്റ് മഞ്ചേരി മൈലാഞ്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്നാം സമ്മാനം കനകമഹൽ ജ്വല്ലറി നൽകുന്നതും ഗസാന ലോഡ്ജ് ആൻഡ് ഫാൻസി നൽകുന്ന 6,100 രൂപയും, രണ്ടാം സമ്മാനം ഫിഗ് ബാഗ്സ് പുത്തനത്താണി നൽകുന്ന 3,100 രൂപയും, മൂന്നാം സമ്മാനം ആസാദ് ഫാബ്രിക്സ് നൽകുന്ന 2,501 രൂപയും, 4ഉം 5ഉം സമ്മാനം ഇവിടെ നൽകിയിരിക്കുന്നത് കസിൻസ് കോട്ടയ്ക്ക് നൽകുന്ന 1,001 രൂപ ആൻഡ് 501 രൂപ. ഇന്നത്തെ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സമയം. 2 പേര് ഇതുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ സാധാരണ മൈലാഞ്ചി ട്യൂബാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഐല 5 4 3 2 1 0. Your starts now. ഒരു മൈലാഞ്ചി മത്സരമൊന്നും ഇല്ലാണ്ട് അതിനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മലബാർ ടൈംസ് അത് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മൈലാഞ്ചി മത്സരം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലക്കാലം, അതായത് 2013 വർഷത്തെ മൈലാഞ്ചി മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് മുഞ്ചത്തികൾ വന്ന് മൈലാഞ്ചികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് 1.5 മണിക്കൂറാണല്ലോ സമയം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മുതലായിട്ട് ഓരോരുത്തരും പരിചയപ്പെട്ട് തുടങ്ങാം. ഫസ്റ്റ് ഇരിക്കുന്നത് ഈ 2 കുട്ടികളാണ്. ഓക്കെ, എൻ്റെ പേരെന്താ? ഫാത്തിമ ഷമ്മ. ഇവിടെ നസാല എവിടെ? പറമ്പിലങ്ങാടി ആണല്ലേ. ഇത് ഇട്ടിരുന്നതാരാ? എൻ്റെ പേരെന്താ? സഫാന. ഇട്ടിട്ട് സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് സമയം. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ മത്സരത്തിൽ? ഉണ്ട്. ഇവിടെ മലബാർ ടൈംസിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. പേരെന്താണ്? അസ്ന. അസ്ന അല്ലേ. എവിടുന്നാണ് വരുന്നത്? വളാഞ്ചേരി. വളാഞ്ചേരി. ഓക്കെ. എന്താ ഇടുന്ന ആളുടെ പേരെന്താ? തസ്നീം. നിങ്ങൾ വളാഞ്ചേരി അല്ലേ? ആരാത്? കസിന? അനിയത്തിയാണല്ലേ. ഓക്കെ. ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ മത്സരങ്ങളൊക്കെ? ഇല്ല, കോളേജിൽ വെൽഫെയർ കമ്മിറ്റി നടത്തുന്ന അങ്ങനെ പങ്കെടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ക്രൗഡിനിടയ്ക്ക്. എവിടെ പഠിക്കുന്നത് കോളേജ്? അൽഷിഫ പാരാമെഡിക്കൽ സയൻസ്, അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിസിനാണ് പഠിക്കുന്നതല്ലേ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ കുറേ കുട്ടികളെ വലിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചെറിയ കുട്ടികൾ 2 പേര് പേരായിട്ട് വന്ന് മത്സരിച്ചെന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെട്ട് നോക്കാം. എന്താ മോളെ പേരെന്താ? അഫ്ഷിയ. എവിടുന്നാണ് വരുന്നത്? വൈരങ്കോട് അല്ലേ. ഇടുന്ന ആളുടെ പേരെന്താ? നിഹിത ഷെറിൻ. ഇവർ ചെറിയ കുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് കുറേ ഇപ്പോൾ ഇവർ കുറച്ചേ വരുന്നുള്ളൂ. പക്ഷേ ഈ നേരം കൊണ്ട് കുറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ കുറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ എന്നുള്ള സമയം ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ അത്യാവശ്യം ഒരു ഫിനിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേരെന്താണ്? സഫൂറ. ഓക്കെ. എവിടുന്നാണ് വരുന്നത്? പിലാത്തറ. പിലാത്തറ. ഞാൻ വളാഞ്ചേരിക്കാരായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. എന്തൊക്കെ ഇട്ട് തരുന്ന ആൾ വരും? അനീഷ. ഓക്കെ ഓക്കെ. ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? കോളേജിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും കോളേജിലേ പങ്കെടുത്തിട്ടുള്ളൂ. എന്നാൽ ഇത്രയും വലിയ ക്രൗഡിന് മുമ്പ് ഫസ്റ്റ് ടൈമാണ് എല്ലാവരും പങ്കെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ആൾക്കാരിൽ പോവാം. ഹലോ. എല്ലാവരും നല്ല രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ഇവരെ ശല്യപ്പെടുത്തേണ്ട. അടുത്തിലേക്ക് കിടക്കാം. എവിടെ? പേരെന്തോ? ജസീല. ആണല്ലേ. എവിടെ സ്ഥലം? എവിടെ? എടക്കുളം. എടപ്പുറം. വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാളേ, വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ. വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാളേ, വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ.
കന്നിത്താമര പൂത്തൊരു കനിയോ പൊന്നിൻ നിഴയത് കോർത്തൊരു നിധിയോ മണ്ണിൽ നീ ഒരു സ്വർഗക്കനിയോ കന്നിത്താമര പൂത്തൊരു കനിയോ പൊന്നിൻ നിഴയത് കോർത്തൊരു നിധിയോ മണ്ണിൽ നീ ഒരു സ്വർഗക്കനിയോ കനിയേ നീ ദുനിയാവിൽ എവിടെ ബീവി കലമാന്റെ മിഴിയുള്ള പുന്നാര ബീവി വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാലേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ സുന്ദരി നിന്നെയൊരുക്കിയതാര് ചന്ദനപ്പൂമണം പൂശിയതാര് ചന്ദിരവാർമുഖം നൽകിയതാര് സുന്ദരി നിന്നെയൊരുക്കിയതാര് ചന്ദനപ്പൂമണം പൂശിയതാര് ചന്ദിരവാർമുഖം നൽകിയതാര് നേരിട്ട് സുവർഗത്തി നിറങ്ങി വന്നോ ൂറി നീ വഴി തെറ്റി ഇവിടെ വന്നോ വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ അരയെന്ന പിടയുടെ നടയുടെ നട്ട് അറുനൊട്ടി പൂതിക്കുന്ന ബാജയുടെ മുത്ത് അവനെന്ത് കൂടിക്കുന്ന മാതകമൊട്ട് അരയെന്ന പിടയുടെ നടയുടെ മട്ട് അരമുട്ടി തൂടിക്കുന്ന ഗുജയുടെ മൊട്ട് അരുതുള്ളും യവരിക മാതകമൊട്ട് യൗവനം പാടവീലി ഉണർത്തും കൽബ് യവനിക മാറയ്ക്കുള്ളിൽ നിറയും ഹുബ് വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിൽ ഞാൻ തളർക്കിന്നാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ. എന്താ പേര്? സ്ഥലം എവിടെയാ? ഇതാരാണ്? പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ദിസ് ഈസ് ഫസ്റ്റ് ടൈം. ഓക്കെ, പേടിയുണ്ടോ? ഫസ്റ്റ് ടൈം ആണെന്നുള്ളതിന് അങ്ങനെ എന്തെങ്കിലും? കുറച്ച് പേടിയുണ്ട്. ഇത്രയും വലിയ ക്രൗഡിന് മുമ്പിൽ ഫസ്റ്റ് ടൈം പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ കൈവിറയിൽ അങ്ങനെ പല പല വിറയിലുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു, ചെറുതായിട്ട് വിറയുന്നുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അടുത്തത് ഒരു ഉമ്മയും മോളെയാണ്. അല്ലേ, ഉമ്മയും മോളന്നെയല്ലേ? ആണല്ലേ? അല്ല, ബ്രദറിന്റെ മോള സാനിയ. മോളുടെ പേരെന്താ? ഫഹീമ. ഓക്കെ, എവിടുന്നാ താത്ത വരുന്നത്? കൈപ്പുറം. ഹരിപ്പുറം അടുത്താണ്. വളാഞ്ചേരി. മോളെ, ഇതിപ്പോ ആദ്യമായിട്ടാണോ മോള് പങ്കെടുക്കുന്ന മത്സരത്തിലൊക്കെ? വരാൻ കിട്ടുന്നേ? ഫ്രണ്ട്സ് ഒന്നും വരാഞ്ഞിട്ട്. സെയിൽസ് ഒന്നും വരാഞ്ഞിട്ടില്ല. അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ശീലാവുക അല്ലേ?